എല്ലാവർക്കും നമസ്കാരം. വെള്ളിയാഴ്ച ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷമുള്ള വീട്ടിലെ കുറച്ച് ഡെയിലി റൊട്ടീൻസ് ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ അയിലയും ചാളയും വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ തന്നെ അത് വേഗം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് തണുപ്പ് കളയാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. 2 അയില എടുത്ത് പൊരിച്ചാണ് ഞാൻ ഉച്ചയ്ക്ക് ചോറിന് കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ ബാക്കി മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അയില ഒരു 3 എണ്ണം ഉണ്ടായിരുന്നു, അത് വറുക്കാൻ. ഒരു 4 ചാളയും കൂടി വറുക്കാനായിട്ട് പെരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചാള തേങ്ങ അരച്ച് കറി വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ ചാള വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അരമുറി നാളികേരം ചിരണ്ടി എടുക്കുന്നുണ്ട്. അത് ചിരണ്ടി തന്നെ കുഞ്ഞു കൈകൾ കണ്ടാ നമ്മുടെ അബിയാണ് തേങ്ങ ചിരണ്ടി തന്നെ കേട്ടോ. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ, ഒരു കഷ്ണം ഉള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വേപ്പില ഇത്രയും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, ഒരു അരമുറി സവാള, തക്കാളി ഇതെല്ലാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചാളയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പാണ്ടിക്കലം ഉണ്ടായിരുന്നല്ലോ, കറുത്തത് പൊട്ടിപ്പോയി ഗൈസ്. അപ്പോൾ ഒരു കുഞ്ഞിക്കലമാണ് ഇന്ന് എടുത്തേക്കുന്നത് കേട്ടോ. നമുക്ക് വേറെ മേടിക്കണം. അപ്പോൾ നമ്മുടെ ഈ കറിയിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ചാറ് കഴുകി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, 2 കഷ്ണം കുടംപുളി. നമുക്കിത് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അബിക്കുട്ടൻ തേങ്ങയൊക്കെ ചിരണ്ടി തന്നതിൻ്റെ കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അവന് രാത്രി കഴിക്കാനായിട്ട് ദോശ മതിയെന്ന്. ആ ദോശ ഉണ്ടാക്കിക്കാനുള്ള ഒരു സൂത്രമായിരുന്നു കേട്ടോ തേങ്ങ ചിരണ്ടി തന്നതൊക്കെ. അപ്പോൾ ചെയ്തു തന്നതല്ലേ, നമുക്ക് ചുട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വേഗം ഒരു ദോശ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ലൈറ്റ് ഒന്ന് പോയിട്ടാ, അതാണ് ഡിമ്മായിട്ടിരിക്കുന്നത്. ദോശയും കൂടെ ഒരു ഓംലെറ്റ്, സവാള ഒന്നും ഇടാതെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി തരാനാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്, ഫോൺ പിടിച്ചിട്ടാണ് ചെയ്യണത്. അതുകൊണ്ടാണ് ദോശ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാഞ്ഞത്. ചിലപ്പോൾ ചെറിയ ചെറിയ വാശിക്കൊക്കെ നമ്മൾ കൂട്ട് നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ദോശ ചുടുന്ന നേരം കൊണ്ട് നമ്മുടെ ചാളക്കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ആ ദോശക്കല്ലിൽ തന്നെ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അബി ഇങ്ങനെ കഴിക്കണേ. അവന് സവാള, പച്ചമുളക് കാര്യങ്ങൾ ഇടണമെന്ന് അവന് ഇഷ്ടമല്ല. അപ്പം ഞാൻ ഓർത്ത് അങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചോട്ടെ എന്ന് കരുതി ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അവൻ പൊതുവേ കടലക്കറിയുടെ ആളാണ്. വേറെ ഒരു ഫുഡും അവൻ കഴിക്കില്ല. എല്ലാത്തിൻ്റെയും ഗ്രേവി മാത്രം കൂട്ടിയാണ് കഴിക്കണത്. അപ്പം ഞാൻ ഇങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാനത് ചെയ്ത് കൊടുക്കണത് കേട്ടോ. ഇനി അതൊന്നും മറിച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ. ഉപ്പ് മാത്രമേ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ കേട്ടോ. ബുൾസൈഡ് അങ്ങനെയും കഴിക്കൂല. അപ്പം പിന്നെ അവൻ പറയണ രീതിക്ക് അങ്ങ് ഉണ്ടാക്കി കൊടുത്തതാണ്. ഭൂപട ഷേപ്പിലാണ് ട്ടോ കിട്ടിയേക്കണത്. അപ്പം ദോശ കൂടെ മുട്ടയുടെ ഇതും കൂടി കൊടുത്തിട്ട് അബിയുടെ കാര്യം സെറ്റിലാക്കിയിട്ടാ. അന്നേരം കൊണ്ട് ആ ചട്ടിയിൽ തന്നെ, ആ ദോശപ്പാനിൽ തന്നെ ഞാൻ അയില കഷ്ണങ്ങൾ വറുക്കാനുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ ചെയ്യാറില്ല, എനിക്ക് മുരിയാത്ത പോലെ തോന്നും. പക്ഷേ സമയം അതിക്രമിച്ചിട്ടുണ്ടായിരുന്നു, 8:30 ആയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ തലേന്ന് ദിവസത്തെ ചിക്കൻ കറിയുടെ ഉരുളിയാണ് കേട്ടോ. അതിനകത്ത് ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ, എന്നാലും ഞാനൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ മീൻകറി എന്താണ് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നാളത്തേക്കുള്ള അരിയാണ് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അതോടെ ഒന്ന് കലത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജയരി അതിൻ്റെ പേരിൽ തലേന്ന് ദിവസം തിളപ്പിച്ച് വെക്കാറുണ്ട്.
നമ്മുടെ കറി തിളച്ച് കുറിയുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ അരിക്കുള്ള ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. അരിക്കെല്ലാം വെച്ചിട്ടുണ്ട്. കുറച്ച് പാത്രങ്ങളുണ്ട്. കയ്യോടെ അത് കഴുകി മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ അവിടെ കിടന്ന് പെരുകും ഇത്. അപ്പോൾ സിങ്കൊക്കെ കഴുകി അടുക്കള ഒന്ന് നീറ്റാക്കിയിട്ടുണ്ട്. മീൻ വറുത്തതൊന്നും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതവിടെ കിടന്ന് പതുക്കെ കിടന്ന് ആയിക്കോട്ടെ. ആ നേരം കൊണ്ട് നമ്മുടെ അരി തിളച്ച് വന്നിട്ടുണ്ട്. റൈസ് കുക്കറിൽ ഇറക്കി വെക്കാനുണ്ട്. ഇനി നമുക്ക് റൂമിൽ പോകട്ടോ. നമ്മൾ കുറച്ച് അലക്കാനുണ്ടായിരുന്നു. അത് ഞാൻ കയ്യോടെ മടക്കി കൊണ്ടുവന്നാണ് വെക്കണേ. എന്നിട്ടത് കസേരമേൽ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എടുത്ത് വെക്കണം. അപ്പോൾ ചോറ്, ചാളക്കറി, ചിക്കൻ കറി, മീൻ പൊരിച്ചതൊക്കെ കൂട്ടി ഊണ് കഴിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.